GB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാമ്പശ്രീ അഥവാ ഹസ്തരേഖ എന്ന് പറയുന്ന ശാസ്ത്രശാഖയിൽ ഇന്ന് നമ്മുടെ ഭാവിയെ സഹായിക്കാൻ സാധ്യതയുള്ള ചില രേഖകളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകകൂടി ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പാമ്പശ്രീ രേഖയെ പറ്റിയുള്ള ഇമേജ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇമേജ് കണ്ടിട്ടൊന്ന് തിരിച്ചു വരാം. ഇതാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഇമേജ്. അപ്പോൾ ഈ ഇമേജിൽ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ആയുർരേഖ, ഈ കാണുന്ന നമ്മുടെ ബാഹ്യരേഖ, ഈ കാണുന്ന നമ്മുടെ ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ, ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ. അപ്പോൾ ഈ രേഖയിലൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ഇമേജിൽ മറ്റ് രേഖകൾ കൂടി ഞാൻ വരച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഒന്നാമതായി പറയാൻ പോകുന്ന രേഖ ഇതാണ്. നമ്മുടെ ബാഹ്യരേഖ ഇങ്ങനെ ഇവിടുന്ന് തുടങ്ങി നമ്മുടെ ഈ നമ്മുടെ രണ്ടാം വിരൽ, അതായത് ചൂണ്ടുവിരൽ കഴിഞ്ഞിട്ട് നടുവിരലിൻ്റെ താഴെ ആയിട്ട് ഇതുപോലെ കുറച്ച് രേഖകളോടുകൂടി നമ്മുടെ ഭാഗ്യരേഖ അവസാനിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരർത്ഥം വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അല്പം കൂടി വാർദ്ധക്യകാലം എത്തുമ്പോൾ സാമ്പത്തികമായി ഒരു സ്ഥിരത ഉണ്ടാകുമെന്നും ധനത്തിൻ്റെ ആഗമനം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുമുള്ളതാണ് ഈ രേഖ സൂചിപ്പിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യരേഖ മറ്റ് ഇങ്ങനെയുള്ള ഇടയ്ക്കുള്ള മുറിവുകളോ ഒന്നുമില്ലാതെ നല്ല രീതിക്ക് ഇങ്ങനെ വന്ന ശേഷം ഇവിടെയായിട്ട് കുറേയധികം വരകൾ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ഗുണന ചിഹ്നമാണെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ അത് ഗുണന ചിഹ്നങ്ങളല്ല വന്ന് കിടക്കുന്നത്. അത്തരം രേഖകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു വാർദ്ധക്യകാലത്ത് നമുക്ക് സാമ്പത്തികമായി ഒരു അല്പം ഉന്നമനം ഉണ്ടാകും, ഇതുവരെയുള്ള കഷ്ടപ്പാടുകളെല്ലാം മാറുമെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് അത് പറയപ്പെടുന്നത്. അതിനുള്ള സാധ്യതയാണ് പറയപ്പെടുന്നത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബുദ്ധിരേഖയും ഹൃദയരേഖയും. അപ്പോൾ ഇത് ബുദ്ധിരേഖ, ഇത് ഹൃദയരേഖ. അതിനിടയ്ക്ക് ഇതുപോലെ ഒരു ഗുണന ചിഹ്നം, അതിൻ്റെ രണ്ട് അറ്റവും വന്നിട്ട് ഇത് തമ്മിൽ യോജിക്കുന്നുണ്ട്. കണ്ടോ? ഇങ്ങനെ വരുന്ന ഒരു ചിഹ്നത്തിന് നമ്മൾ അനന്തരേഖ എന്നാണ് പറയുന്നത്. ഇൻഫിനിറ്റി സൈൻ എന്നൊക്കെ പറയാറുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു നമ്മുടെ പഴയ മണൽ ഘടികാരം പോലെയുള്ള ഒരു ചിഹ്നം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ സങ്കല്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനെ വെറും ഒരു ഗുണനചിഹ്നമായിട്ടും സങ്കല്പിക്കാൻ പറ്റും. ഈ ഒരു ചിഹ്നം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അനന്തമായ സാധ്യതകളാണ് പറയപ്പെടുന്നത്. അനന്തമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകൾ, അവസാനമില്ലാതെ നമ്മുടെ അവസരങ്ങളെല്ലാം വിനിയോഗിക്കാനും നമുക്ക് ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം അതിനുള്ള യോഗം ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഒരു സാധ്യതയാണ് ഈ രേഖാചിഹ്നം പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് നമുക്ക് പണം സമ്പാദിക്കാൻ, അല്ലെങ്കിൽ ധനത്തിൻ്റെ ആഗമനം ഉണ്ടാവാൻ, സാമ്പത്തികമായി രക്ഷ ഉണ്ടാകാനുള്ള സാധ്യതകളെല്ലാം വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഈ കാണുന്ന രേഖയ്ക്ക് അർത്ഥം. നമ്മുടെ കലാപരമായ കഴിവുകൾ സമൂഹത്തിൽ മാനിക്കപ്പെടും. ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ പ്രകടനങ്ങൾ കാണിക്കാനുള്ള ഒരവസരം നമുക്ക് ലഭിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു രേഖ വന്നാൽ ലഭിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ചിഹ്നം ഇവിടെ പറയാനുള്ളത് ഇതുപോലെ ഒരു ഗുണന ചിഹ്നം എങ്ങും പോയി ടച്ച് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ, കണ്ടോ, ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അല്പം കൂടി മാറിയിട്ടാണ്. അതായത് ഇത് ഒന്നോ രണ്ടോ ഗുണന ചിഹ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒന്നോ രണ്ടോ ഗുണന ചിഹ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ എങ്ങും ടച്ച് ചെയ്തിട്ടില്ല, ഈ പറയുന്ന ഹൃദയരേഖകളും ടച്ച് ചെയ്തിട്ടില്ല, ബുദ്ധിരേഖകളും ടച്ച് ചെയ്ത് നടുക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പ്രവചനങ്ങളൊക്കെ പറയാനുള്ള കഴിവുകൾ തനിയെ ലഭിക്കുമെന്നാണ് പറയുന്നത്. അസ്ട്രോളജി അല്ലെങ്കിൽ ജ്യോതിഷം, പാമിസ്ട്രി, ഹസ്തരേഖ ഇതൊന്നും അറിയത്തില്ലെങ്കിൽ പോലും, ലക്ഷണശാസ്ത്രം ഒന്നുമില്ലെങ്കിൽ അറിയത്തില്ലെങ്കിൽ പോലും ആ വ്യക്തിക്ക് ഒരാളെ കാണുമ്പോൾ തന്മയത്തമായിട്ട് സ്വയം ഈ വ്യക്തിയുടെ ക്യാരക്ടർ ഇന്നതായിരിക്കുമെന്ന് പ്രവചിക്കാനുള്ള ഒരു കഴിവുകൾ ഇതുപോലെ ഒരു ഗുണന ചിഹ്നം നടുക്കായിട്ട് എങ്ങും ടച്ച് ചെയ്യാതെ മാറി നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അതിനുള്ള കഴിവുകൾ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിനുള്ള സാധ്യതയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ചിഹ്നം ഇവിടെ മാത്രമല്ല, ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഈ ഒരു ചിഹ്നം അല്ലെങ്കിൽ അന്തരേഖ എന്ന് പറയുന്ന ഒരു ചിഹ്നം ഇവിടെ മാത്രമല്ല വരുന്നത്, മറ്റൊരു സ്ഥലത്തുകൂടി വരും. അതായത് നമ്മുടെ ആയുർരേഖ ഇതിലിങ്ങനെ പോകുന്നു, അതിനടുത്തുകൂടി നമ്മുടെ ബാഹ്യരേഖ പോകും. ചിലപ്പോൾ ഇത് തമ്മിലുള്ള അകലം കൂടുതലായിരിക്കും, അകലം കുറവായിരിക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ അകലം കുറഞ്ഞ രീതിയിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രേഖ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിനിടയ്ക്കൊരു ഗുണനചിഹ്നം വരികയും അത് തമ്മിൽ ഇങ്ങനെ കൂട്ടുമുട്ടുകയും ഒരു നാഴികമണി, അല്ലെങ്കിൽ നാഴികമണി എന്ന് ഉദ്ദേശിച്ച് പഴയ മണഘടികാരത്തിൻ്റെ ഒരു ചിഹ്നം, ആ ഒരു ചിഹ്നവും പോലെ ഇൻഫിനിറ്റി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ അനന്തമായ സാധ്യതകൾ, അതായത് ഒരുപാട് നമുക്ക് യോഗങ്ങളും ഭാഗ്യങ്ങളും കൊണ്ടു തരുമെന്നും
ധനത്തിൻ്റെയും പണത്തിൻ്റെ ആഗമനവും പണം സമ്പാദിക്കാനുള്ള കഴിവും തുടങ്ങിയ എല്ലാം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിനുള്ള സാധ്യതയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ചിഹ്നം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ അതേ അനുഭവം തന്നെയാണ് ഇവിടെ വരുന്നത്. ഇതിനിടയ്ക്കുള്ള ഗുണനചിഹ്നത്തിന് പഴയ ആ ഒരു അനുഭവം അല്ല വരുന്നത്. അതുകൊണ്ട് അത് കൂട്ടണ്ട. പകരം ഇങ്ങനെ രണ്ട് അറ്റവും കൂട്ടിമുട്ടിയ രീതിയിലുള്ള ഒരു ഗുണനചിഹ്നം ഒരു അനന്തരേഖ ഇൻഫിനിറ്റി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരാൾക്ക് ഇതേ അവസരങ്ങൾ ഉപയോഗിക്കാനുള്ള അതേ യോഗങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി അതുപോലെ തന്നെ അടുത്തായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഈ വിവാഹരേഖ എന്ന് പറയുന്ന ഒരു രേഖ ഇവിടെ ചെറുതായിട്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ ഒരു വിവാഹരേഖ ഇവിടുന്ന് പോയിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരുന്ന രേഖയാണ് സൂര്യരേഖ എന്ന് പറയുന്നത്. ഈ ഒരു ഹൃദയരേഖയിൽ നിന്ന് നമ്മുടെ മോതിരവിരലിന് താഴേക്ക് പോകുന്ന ഒരു രേഖയാണ് സൂര്യരേഖ എന്ന് പറയുന്നത്. ആ സൂര്യരേഖയിൽ പോയി നമ്മുടെ വിവാഹരേഖ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വിവാഹം കഴിക്കുന്ന ജീവിത പങ്കാളി വളരെ ധനമുള്ള ആളായിരിക്കുമെന്നും ആ ഒരു ധനത്തിലൂടെ തന്നെ ഈ ഒരു വ്യക്തിക്കും, അതായത് വിവാഹം കഴിക്കുന്ന ആൾക്കും ധനത്തിൻ്റെ ആഗമനം ഉണ്ടാകുമെന്നും ജീവിതത്തിൽ ഒരു നല്ല നിലയിലെത്താനുള്ള യോഗമുണ്ടെന്നുള്ളതിൻ്റെ സാധ്യതയായിട്ടാണ് പറയപ്പെടുന്നത്. അത് ഒന്നാമത്തെ ഘടകം. ഇനി രണ്ടാമത്തെ ഒരു രീതി കൂടിയുണ്ട്. ഇതുപോലെ ഒരു രേഖ, ഈ ഒരു രേഖ പോയിട്ട് ഇവിടെ നമ്മുടെ ഭാഗ്യരേഖയുടെ ഇടയിലും ഈ ഒരു ബുദ്ധിരേഖയുടെ ഇടയിലും പോയിട്ട് ഇങ്ങനെയൊന്ന് അവസാനിച്ച് നിൽക്കുകയാണെങ്കിൽ, ഇവിടെ രണ്ടാമതൊരു ഭാഗ്യരേഖയല്ല, ചില സമയം ഭാഗ്യരേഖ ഇവിടുന്ന് വളഞ്ഞിട്ട് ഇങ്ങനെ പോയി മുട്ടി നിൽക്കും. അതല്ല, ഇവിടുന്ന് ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ മറ്റൊരു രേഖ കൂടി വന്ന് നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്കും ജീവിത പങ്കാളിയിൽ നിന്നുള്ള ധനത്തിൻ്റെ ആഗമനം കൊണ്ട് ജീവിതത്തിൽ രക്ഷയുണ്ടാവും എന്നുള്ളതിൻ്റെ സാധ്യതയാണ് പറയുന്നത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ത്രികോണം സങ്കല്പിക്കാൻ സാധിക്കും. അങ്ങനെ മറ്റ് അനേക രേഖകൾ വന്ന അനേകം ത്രികോണങ്ങൾ ഉണ്ടാകുന്നതും നമുക്ക് യോഗങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. ചില സമയങ്ങളിൽ ഇവിടെ ഭാഗ്യരേഖ മാത്രമേ കാണൂ, അല്പം കൂടി ഇങ്ങോട്ട് വളഞ്ഞിട്ടായിരിക്കും. അതിനിടയിലൂടെയും മറ്റ് രേഖകൾ കടന്നു പോകുമ്പോൾ അവിടെ ഒരു ത്രികോണം ഉണ്ടാവാറുണ്ട്. ആ ഒരു ത്രികോണം ഉണ്ടാകുന്നത് നമ്മുടെ യോഗങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ വരച്ച് കാണിക്കാം. ഉദാഹരണം മാത്രമാണ് മനസ്സിലാക്കുക. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ത്രികോണം ഉണ്ടായിട്ടുണ്ട്, കണ്ടോ? ഇതുപോലെ ചില ലൈനുകൾ ചിലപ്പോൾ നമ്മുടെ ഹാൻഡിലൂടെ പോകാറുണ്ട്. ചില സമയങ്ങളിൽ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് ലൈനുകൾ പോകാറുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ത്രികോണം വരുന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളിലെല്ലാം വരുന്ന ത്രികോണങ്ങളെല്ലാം നമുക്ക് ഐശ്വര്യങ്ങൾ നേടിത്തരുന്നതാണ്, ധനത്തിൻ്റെ ആഗമനം ഉണ്ടാക്കുന്ന ത്രികോണങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തായിട്ട് നമ്മുടെ ഭാഗ്യരേഖ ഇവിടെ യോജിക്കുന്നു, നമ്മുടെ ഹൃദയരേഖ യോജിക്കുമ്പോൾ അതിനിടയിൽ ഒരു കൊച്ചു ത്രികോണം രൂപപ്പെടുന്നു. കണ്ടോ, ഇവിടെ ഒരു ലൈൻ വന്നിട്ട് ഇങ്ങനെ ഒരു കൊച്ചു ത്രികോണം രൂപപ്പെടുന്നുണ്ടെങ്കിലും ആ വ്യക്തിക്കും ധനത്തിൻ്റെ ആഗമനം, ജീവിത പങ്കാളിയിൽ നിന്നുള്ള ധനത്തിൻ്റെ ആഗമനം, മറ്റ് ഭാഗ്യങ്ങളിലൂടെയുള്ള ധനത്തിൻ്റെ ആഗമനം, മാതാപിതാക്കളിൽ നിന്നുള്ള ധനത്തിൻ്റെ ആഗമനം, സുഹൃത്തുക്കളിൽ നിന്നുള്ള ധനത്തിൻ്റെ ആഗമനം, സുഹൃത്തുക്കൾ മുഖേന കിട്ടുന്ന ജോലികളിൽ നിന്നുള്ള ധനത്തിൻ്റെ ആഗമനം, വിദേശത്ത് പോകാനുള്ള ഭാഗ്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന ആഗമനം ധനത്തിൻ്റെ, അങ്ങനെ ധനം, സമ്പത്ത്, സന്തോഷം, സമാധാനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആ വ്യക്തിക്ക് ലഭിക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് അതും പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമ്മൾ കുറേയധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് ഇതെല്ലാം നമുക്ക് ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യങ്ങൾ കൊണ്ടുതരുന്ന ഒരു രേഖാചിഹ്നങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ വളരെയധികം നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മിക്കവരുടെയും കൈകളിൽ ഇതുപോലൊരു ചിഹ്നം കാണും. പലപ്പോഴും ഇവിടെ വരുന്ന ഗുണനചിഹ്നങ്ങൾ അല്പം പ്രശ്നമായിട്ടാണ് പലരും കണക്കാക്കുമെങ്കിലും ഈ രീതിയിലൊക്കെ നിൽക്കുന്ന ഗുണചിഹ്നങ്ങളാണെങ്കിൽ അത് ഇതുപോലെ യോജിച്ചിട്ട് കുറേ വരകളായിട്ട് നിൽക്കുകയാണെങ്കിൽ അതൊന്നും ചിന്തിക്കേണ്ട. നമ്മുടെ ഒരു വാർദ്ധക്യ കാലത്താണെങ്കിലും നമുക്ക് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ആ ഒരു കാര്യങ്ങൾ പറയുന്നത്. ഈ കാണുന്ന എല്ലാ ചിഹ്നങ്ങളും നമുക്ക് പറയപ്പെടുന്നത് മിക്കതും ഒരു ആ ആളുടെ ഒരു മധ്യായുഫ് കഴിയുമ്പോഴത്തേക്കുമുള്ള ധനത്തിൻ്റെ ആഗമനത്തെ പറ്റിയാണ്. ചിലർക്ക് വിവാഹത്തോടു കൂടി അനുബന്ധിച്ച് വരുന്നതാണ് ഈ പറയുന്ന രേഖ. അതുപോലെ തന്നെ ഈ പറയുന്ന രണ്ട് രേഖകളും വിവാഹത്തോടു കൂടി അനുബന്ധിച്ചിട്ടുള്ള ഈ പറയുന്ന രേഖയാണെങ്കിലും കുറേ കാലഘട്ടം നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യായുഫ് കടന്നു കഴിയുമ്പോഴാണ് കൂടുതലായിട്ട് പറയുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ ഭർത്താവിലൂടെ സാമ്പത്തികമായി യോഗം വരുന്നു, പുരുഷനാണെങ്കിൽ ഭാര്യയിലൂടെ സാമ്പത്തികൻ്റെ യോഗം വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്ന ജീവിത പങ്കാളി ആയിരിക്കുമെന്നുള്ളതും കൂടി ഭാഗ്യമാണ്. കാരണം വെച്ചാൽ എങ്കിലേ പൂർണ്ണമായ ധനത്തിൻ്റെ വിനിയോഗം നടക്കുകയുള്ളൂ. അതും ഉള്ള യോഗവും ഭാഗ്യവും ഈ പറയുന്ന രേഖയും വന്നാൽ ലഭിക്കുന്നു. ഇനി ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു രേഖകൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ ത്രികോണങ്ങൾ രൂപപ്പെടുന്നുണ്ടെങ്കിൽ ആ ത്രികോണങ്ങൾക്കനുസരിച്ചുള്ള യോഗങ്ങൾ ലഭിക്കും. അതായത് നമ്മുടെ ഹസ്തരേഖയിൽ പല ഭാഗങ്ങളിലും ത്രികോണങ്ങൾ വരാറുണ്ട്. നമ്മുടെ ആയുർരേഖയിൽ ഇതുപോലൊരു ത്രികോണം വന്നു കഴിഞ്ഞാൽ അതും നമുക്ക് കെട്ടിടങ്ങൾ, സ്ഥലങ്ങൾ, കടമുറികൾ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഉടമയാവാൻ സാധിക്കുമെന്നും രണ്ട് ഭവനത്തിന് ഉടമയാവാൻ സാധിക്കുമെന്നും സ്വന്തമായി അങ്ങനെയുള്ള ത്രികോണങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് യോഗങ്ങൾ കൂടും. ചിലപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ത്രികോണത്തിനും ഒപ്പം തന്നെ ഇങ്ങനെ കുറേയധികം ത്രികോണങ്ങളൊക്കെ രൂപപ്പെട്ടിരിക്കും ചിലപ്പോൾ.
അതുപോലെ തന്നെ ഭാഗ്യരേഖയിലും ഇങ്ങോട്ടൊക്കെ ത്രികോണങ്ങൾ ഇങ്ങനെ ഒരുപാട് രൂപപ്പെട്ടൊക്കെ ചിലരുടെ കൈകളിൽ ഇരിക്കുന്ന കാണാം. അത് സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് കാണുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ 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 കെട്ടിടങ്ങളൊക്കെ ഇടാൻ, അതിൻ്റെ ഒരു വലിയ ആളായി തീരാൻ, വലിയൊരു കമ്പനി പോലുള്ള കാര്യങ്ങളൊക്കെ ഇടാനുള്ള യോഗങ്ങൾ വലിയ രീതിയിൽ, അതായത് വലിയ വിശാലമായ കെട്ടിടങ്ങൾ, 3-4 കെട്ടിടങ്ങൾ, അതെല്ലാം ബിസിനസ്സിൻ്റെ സാമ്രാജ്യങ്ങളായി തീരുന്ന രീതിയിലുള്ള വലിയൊരു ധനത്തിൻ്റെ ആഗമനമുള്ളാവുന്ന, അതായത് ധനാഢ്യന്മാരാവുന്ന, കോടീശ്വര യോഗമുള്ള, കോടീശ്വരന്മാരെ പോലെ ജീവിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ ആയിത്തീരാൻ സാധ്യതയുള്ള രേഖകൾ, ചിഹ്നങ്ങളായിട്ടാണ് ത്രികോണങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിരേഖയിലാണ് ഇവിടെ ഒരു ത്രികോണം വരുന്നതെങ്കിൽ ഇവിടെ വരാം, ഇവിടെ വരാം, എവിടെ വേണേലും വരാം. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ധാരാളം സാമ്പത്തികമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന കാര്യങ്ങളിലും മിടുക്കും പ്രാവീണ്യവും തെളിയിക്കുകയും അതിലൂടെ ധാരാളം സമ്പത്ത് ഉണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ നമ്മുടെ ബുദ്ധിരേഖ അല്പം കൂടി ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഇവിടുന്ന് 2 ശാഖയായിട്ട് ഇങ്ങനെ പിരിയുകയാണെങ്കിലും ആ വ്യക്തിക്ക് വലിയൊരു ബുദ്ധിയുടെ ഉണർവുണ്ടാവുകയും ആ ബുദ്ധിയിലൂടെ തന്നെ അദ്ദേഹം ബിസിനസ് പരമായി ഉണരുകയും അതിനനുസരിച്ചുള്ള ധനം ശേഖരിക്കുകയും ചെയ്യും എന്നുള്ളതിനാണ് പറയപ്പെടുന്ന സാധ്യത. കാരണം മുൻകാലത്ത് ആ വ്യക്തിക്ക് ദാരിദ്ര്യപരമായ അവസ്ഥയായിരുന്നെങ്കിലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ വ്യക്തിക്ക് പല പ്രവർത്തികൾ ചെയ്യാനുള്ള കഴിവുകളും ബുദ്ധികളും വെച്ച് പെട്ടെന്നൊരു രംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കുകയും പെട്ടെന്ന് തന്നെ സാമ്പത്തികമായ ഉയർച്ച വരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹൃദയരേഖയെ താഴോട്ടുള്ള രീതിയിലുള്ള ത്രികോണമാണ് ഞാൻ കാണിച്ചത്. ഇത് മേളിലും വരാം. ഇങ്ങനെ വന്നാലും നമ്മുടെ കൂടെയുള്ള ജീവിത പങ്കാളിയിൽ നിന്നുള്ള സാമ്പത്തിക യോഗമാണ് പറയപ്പെടുന്നത്. വിവാഹശേഷം രക്ഷപ്പെടുന്ന കാര്യങ്ങളായിട്ടാണ് ഉള്ള സാധ്യതകളാണ് പറയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇമേജിൽ കണ്ടത്. അല്പം കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കേണ്ടത് നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഇമേജിൽ കണ്ടത് നല്ല രീതിയിൽ നമുക്ക് യോഗങ്ങൾ കൊണ്ടുതരുന്ന കുറേയധികം രേഖകളെ പറ്റിയാണ്, നല്ല നല്ല ചിഹ്നങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ കാര്യങ്ങളുടെ ഇമേജിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു നിയമമുണ്ട്. വലത് കൈയാണ് പുരുഷന്മാർക്ക് നോക്കേണ്ടത്, ഇടത് കൈ സ്ത്രീകൾക്കാണ് നോക്കേണ്ടത്. സ്വന്തം കൈ നോക്കുമ്പോൾ പുരുഷൻ സ്വന്തം വലത് കൈയിലേക്ക് നോക്കുക, ഒരു സ്ത്രീ സ്വന്തം കൈ നോക്കുമ്പോൾ ആ സ്ത്രീയുടെ ഇടത് കൈയിലേക്ക് നോക്കുക. 2 സ്ത്രീകൾ തമ്മിലാണ് നോക്കുന്നതെങ്കിൽ അവരുടെ ഇടത് കൈകളിലേക്ക് നോക്കുക. 2 പുരുഷന്മാർ തമ്മിലാണ് നോക്കുന്നതെങ്കിൽ അവരുടെ വലത് കൈയിലേക്ക് നോക്കുക. ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ കൈ നോക്കുമ്പോൾ പുരുഷൻ്റെ വലത് കൈ ശ്രദ്ധിക്കുക. ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ കൈയാണ് നോക്കുന്നതെങ്കിൽ സ്ത്രീയുടെ ഇടത് കൈ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്ന നക്ഷത്രം പൂരം നക്ഷത്രത്തെ പറ്റിയാണ്. പൂരം നക്ഷത്രത്തെ പറ്റി നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ പൂരം നക്ഷത്രം വളരെ നല്ലൊരു നക്ഷത്രമാണ്. സ്പോർട്സ് മേഖലകളാണ് കൂടുതൽ പൂരം നക്ഷത്രത്തിന് ഇഷ്ടം. അതുപോലെ തന്നെ സെലിബ്രിറ്റി ലെവലിൽ ഉയരാൻ കലാകായിക പ്രവർത്തനങ്ങൾ, കായിക പ്രവർത്തനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ കലാപരമായ അഭിനയം തുടങ്ങിയ കാര്യങ്ങളിൽ സിനിമ സീരിയൽ മേഖലകളിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കാനുള്ള ഒരു കഴിവും പൂരം നക്ഷത്രത്തിനുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അവർ അഹോരാത്രം പ്രവർത്തിക്കുകയും ഒരുപാട് അശാന്ത പരിശ്രമമൊക്കെ ചെയ്യുകയും വളരെയധികം പരിശ്രമിക്കുകയും ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രവർത്തികളെല്ലാം ചെയ്യുന്ന ആളുകളാണ് പൂരം നക്ഷത്രമായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഈ പൂരം നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു അടിച്ചമർത്തൽ വരുവാണ് വളരെയധികം ദേഷ്യം വരുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷെ ചിലപ്പോൾ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ ആ സാഹചര്യങ്ങൾ കടന്നു പോയിക്കോളും. ഇതിന് ശേഷം എനിക്ക് എൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രത്യാശ വെച്ച് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് കിട്ടുന്ന സാമ്പത്തികമൊക്കെ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെച്ച ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായ കലാപരമായ പ്രവർത്തികളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നേരത്ത് അത് ഉപകരിക്കുന്നതാണ്. മറ്റ് കാര്യങ്ങളിലെല്ലാം ഉപകരിക്കുന്നതാണ്. നിങ്ങളുടെ പ്ലാനുകളെല്ലാം വിജയിക്കുമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. ഇപ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ട്, അത് ആരുടെയെങ്കിലും കീഴിൽ നിങ്ങളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവി ബിസിനസ്സുകൾ തുടങ്ങാൻ സാധിക്കുമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നക്ഷത്രത്തിന് അത്തരം ഒരു യോഗമുണ്ടെന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ മാറിപ്പോവുകയും അതിനുശേഷം ഭാവിയിൽ നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ബിസിനസ്സുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. അതിനുള്ള എല്ലാവിധ സാധ്യതകളും നിങ്ങളുടെ നക്ഷത്രത്തിലുണ്ട്. പൂരം നക്ഷത്രത്തിന് അങ്ങനെ ഒരു യാത്രയാണുള്ളത്. പൂരം നക്ഷത്രം വിജയത്തിലേക്ക് പോകുന്ന നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രത്തെ പറ്റി പറയുകയാണെങ്കിലും ഉത്തര നക്ഷത്രം അതുപോലെ തന്നെ വിജയത്തിലേക്ക് പോകുന്ന നക്ഷത്രമാണ്. ഈ 2 നക്ഷത്രങ്ങളും വളരെയധികം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നതിന് മുമ്പായി ചില ബുദ്ധിമുട്ടുകളോ അവഗണനകളോ ഒക്കെ സഹിക്കേണ്ടി വരും. ആ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഓരോ നക്ഷത്രം വളരെയധികം നല്ല നക്ഷത്രമാണ്. എപ്പോഴും പൊരുത്തമുള്ള ആളുകളോടൊപ്പം കൂടി നിന്ന് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് യോഗങ്ങൾ ലഭിക്കും. നിങ്ങൾക്ക് എല്ലാവരോടും മാന്യമായി പെരുമാറാൻ അറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ പൊരുത്തം കൂടുതലായി നോക്കിയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പൊരുത്തമുള്ളവരാണേലും ഇല്ലാത്തവരാണേലും നിങ്ങളുടെ ഇടപെടൽ ആ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങളിലെല്ലാം ശോഭിക്കാൻ സാധിക്കും. നിങ്ങളോട് പൊരുത്തമില്ലാത്ത ആളുകളാണെങ്കിലും നിങ്ങളുടെ വരുന്ന ഒരു ദേഷ്യമോ കോപമോ ഒന്നും നിങ്ങളുടെ ഒരു സംസാരത്തിൻ്റെ രീതി കൊണ്ട് അവർ തീർച്ചയായും നിങ്ങളോട് അനുകൂലിച്ച് നിൽക്കുന്നവരായി തീരുമെന്നുള്ളതുകൊണ്ട് പൊരുത്തം വലുതായി ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള കാര്യം കൂടി ഞാൻ പറയുന്നു.
അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടതൊന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. താങ്ക്